വളരെ സങ്കീർണമായ ഒരു സാർവദേശീയ ദേശീയ പശ്ചാത്തലത്തിലാണ് ലോകം നിലനിൽക്കുന്നത്. PS മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭൂതകാലത്തെ നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളുക എന്നാണ്. ഇപ്പോഴ് സാമ്പ്രായത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ അത് ശക്തിയായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ പാലസ്തീൻകാരനെ കൂടി കൊന്നാലാണ് ഈ യുദ്ധം അവസാനിക്കുക എന്നാണ്. ഇപ്പോഴും 10-25,000 ആളുകളെ കൊന്നു. അതിൽ ഭൂരിപക്ഷവും കുട്ടികളാണ്. 5-10,000 കുട്ടികൾ. രണ്ട് വഴിയിലൂടെ പോകണം എന്ന് ഭരണഘടന വ്യക്തമാക്കുന്നു. ഇവിടെ ഈ ഇന്ത്യയിൽ വരുന്ന 2024 ഇക്കൊല്ലം ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇവർക്ക് പ്രചരിപ്പിക്കാനോ വോട്ട് നേടാനോ സാധിക്കില്ല. ഈ പരിപാടിയുടെ അധ്യക്ഷൻ സഖാവ് വിനോദ്, സ്വാഗതം ആശംസിച്ചിട്ടുള്ള സഖാവ് ഹാരിസ്, ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് ബഗാർ, സഖാവ് ശശീന്ദ്രൻ, OR കുയോട് MLA, റഫീഖ്, ശങ്കരാട്ടൻ ഉൾപ്പെടെയുള്ള വേദിയിലെ പാർട്ടി നേതാക്കളെ, സഹോദരന്മാരെ, യുടെ കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഖാവ് PA ഇവിടെ പറഞ്ഞതുപോലെ 2 അക്ഷരം കൊണ്ട് പ്രതിനിധീകരിക്കുന്ന ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേപ്പാടിയിലെ മാത്രമല്ല വയനാട് ജില്ലയിലെ ഏത് മുക്കിലും മൂലയിൽ ആ പേരുകൊണ്ട് അറിയപ്പെടുന്ന പാർട്ടിയുടെ നേതാവ്. വളരെ പ്രയാസകരമായ കാലഘട്ടത്തിലാണ് PA കമ്മ്യൂണിസ്റ്റായിട്ട് രൂപപ്പെട്ട് വളർന്നു വന്നത്. വളരെ ചെറുതായ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് രാത്രികാലങ്ങളിൽ പോസ്റ്ററെല്ലാം ഒട്ടിച്ചു എന്ന വിവരം മനസ്സിലാക്കി ജോലിയിൽ നിന്ന് ഒഴിവാക്കുക. അദ്ദേഹം തന്നെ അനുസ്മരിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് അടി കിട്ടിയത് ബാപ്പാൻ്റെ അടി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത്, പോസ്റ്റർ ഇങ്ങനെ എഴുതി ഒട്ടിക്കുമല്ലോ രാത്രി, കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ വികസിച്ച് എല്ലാ മേഖലയിലും കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വളർത്തുമില്ല, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ് ശക്തിയായിട്ട് വരുന്നത്. ഇങ്ങനെ പോസ്റ്റർ എഴുതി ഒട്ടിച്ചത് വായിക്കുന്നത് കണ്ട വാപ്പ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. PAയുടെ സ്വഭാവം പരിശോധിച്ച് നോക്കിയാൽ ആദ്യം മുതലേ ഉണ്ടാവണം. ഞങ്ങളെല്ലാം പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ 10 പതിറ്റാണ്ടുകൾ എത്രയോ കഴിഞ്ഞു. ആദ്യം മുതലേ ഉണ്ടാവണം ഒരു വാശി. പോസ്റ്റർ ഒട്ടിച്ചത് വായിച്ചപ്പോൾ ബാപ്പ അടിച്ചു. പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇത് രണ്ടും ചേർന്ന പ്രകോപനമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് PA കടന്നു വരുന്നതിന് ഇടയാക്കിയത്. വളരെ ചെറുപ്പത്തിലാണ്. പിന്നീട് അങ്ങോട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടിയുടെ ഈ ജില്ലയിലെ ഈ പാർട്ടി ഇവിടെ കെട്ടിപ്പടുക്കാൻ ഞങ്ങളൊക്കെ KSYF ഭാഗമായിട്ട്
ഇങ്ങോട്ടേക്ക് അധികം വരാറില്ലെങ്കിലും മാനന്തവാടി എന്ന് കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ്. മോഹനേട്ടനൊക്കെ അന്ന് KSYF-ന്റെ ജില്ലാടിസ്ഥാനത്ത്, കണ്ണൂർ ജില്ലാടിസ്ഥാനത്ത്, കണ്ണൂർ എന്ന് പറയുന്നത് ഈ വയനാടിൻ്റെ ഈ ഭാഗം മാനന്തവാടി, ഇപ്പോഴത്തെ കണ്ണൂർ ജില്ല പൂർണ്ണമായിട്ടും, പിന്നെ കാസർഗോഡ്, ഇതെല്ലാം ചേർന്നതാണ് അന്നത്തെ കണ്ണൂർ ജില്ല. ഈ അവിഭക്ത കണ്ണൂർ ജില്ലയിലെ KSYF, കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ, DYFI രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള കേരളത്തിലെ യുവജന പ്രസ്ഥാനമാണ്. അതിന് രൂപം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഈ മാനന്തവാടി ഉൾക്കൊള്ളുന്ന, കാസർഗോഡ് ഉൾക്കൊള്ളുന്ന, കണ്ണൂർ ഉൾക്കൊള്ളുന്ന കണ്ണൂർ ജില്ലയാണ്. അതിനെ തുടർന്നാണ് കോഴിക്കോട് വെച്ച് KSYF എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കുന്നത്. ആദ്യം കണ്ണൂർ ജില്ലാ യുവജന ഫെഡറേഷനായിരുന്നു. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വയനാടിൻ്റെ വിവിധ മേഖലയിൽ യുവജന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ഞങ്ങളെല്ലാം സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഘട്ടങ്ങളിലൊക്കെ ഇവിടെ സംഘടനയുടെ താങ്ങും തണലുമായിട്ട് പ്രവർത്തിച്ച ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് സഖാവ് PA തന്നെയാണ്. കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാം സഹായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ യുവജന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഒരു ജില്ല രൂപീകരിക്കണം, അതൊരാശയമാണല്ലോ. പിന്നീടത് പ്രാവർത്തികമായി. സ്വാഗതപ്രാസംഗികൻ പറഞ്ഞ പോലെ പലരും അതിനെ പരിഹസിച്ചു. എവിടെ വയനാട് ജില്ല എന്ന ചോദ്യമായിരുന്നു. പക്ഷേ ആശയം രൂപപ്പെടുത്തുന്നതിലും അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള പ്രചരണം നടത്താനും അത് തീർച്ചയായിട്ടും നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൻ്റെ നേതൃത്വ ശക്തിയായിട്ട് പ്രവർത്തിച്ച ഒരു പ്രമുഖനായ നേതാവാണ് സഖാവ് PA. ഒരുപാട് പേരുകളുണ്ട്. എല്ലാവരുടെയും വൈദ്യരെ പോലുള്ളവരെല്ലാം ഞാൻ മറക്കുന്നില്ല. അവരെല്ലാം ചേർന്ന് തന്നെയാണ്, ശങ്കരേട്ടൻ ഉൾപ്പെടെ. ഇവരെല്ലാം കൂട്ടായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത്ര സ്വാധീനമില്ലാതിരുന്ന ഒരു ജില്ല ഇപ്പോൾ വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം, പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വളരും. ഇനിയും വളരാനുള്ള പ്രവണതയുള്ള ഒരേ ഒരു പാർട്ടി CPIM മാത്രമാണ്. അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാനിപ്പോഴും പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്വാർത്ഥനായ ഒരു ജീവിതകാലം മുതൽ 84 വയസ്സുവരെ വളരെ ചെറുപ്പം മുതൽ പോസ്റ്റർ വായിക്കുന്നത് മുതൽ എഴുതുന്നത് മുതൽ ഇങ്ങോട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ട് ഉൾപ്പെടെ നിരവധി കാലങ്ങൾ, പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച സഖാവ് PA ഇവിടെ നിങ്ങളുടെ എല്ലാം മുന്നിൽ, നമ്മുടെ എല്ലാം മുന്നിൽ ഈ 2 അക്ഷരം കൊണ്ട് അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. നേതാവ് എന്ന് പറയുന്നത് തൻ്റെ പേരിൻ്റെ വലതുഭാഗത്ത് എഴുതി വെക്കുന്ന സ്ഥാനപ്പേരല്ല. അതാർക്കും എഴുതി വെക്കാൻ പറ്റുന്നതാണ്. ഒരാളുടെ പേരിൻ്റെ വലതുഭാഗത്ത് എഴുതി വെക്കുന്ന സ്ഥാനപ്പേരല്ല നേതാവ്. പിന്നെ ആരാ നേതാവ്? ഒരു ജീവിതകാലം മുഴുവൻ, അത് ഹ്രസ്വമായ കാലമാവാം, സുദീർഘമാവാം, ആ കാലയളവ് മുഴുവൻ തൊഴിലാളികൾക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി, അരികുവൽക്കരിച്ച പാവപ്പെട്ടവന് വേണ്ടി സഹനപൂർണമായ, ത്യാഗപൂർണമായ പ്രവർത്തനം നയിച്ചതിൻ്റെ അനുഭവങ്ങളും കേട്ടറിവുമുള്ള മറ്റു മനുഷ്യരുടെ മനസ്സിലാണ് നേതാവ്. അതാണ് സഖാവ് PA. എൻ്റെയും നിങ്ങളുടെ എല്ലാം മനസ്സിലാണ് സഖാവ് PA ഉള്ളത്. ഒരു ജീവിതകാലം മുഴുവൻ താണ്ടി മുമ്പോട്ടേക്ക് നീങ്ങിയപ്പോൾ ആ കൈയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു കറ ഉണ്ട് എന്ന് പറയാൻ ഒരു മനുഷ്യനും ഇന്നേ വരെ സാധിച്ചിട്ടില്ലല്ലോ. ത്യാഗപൂർണമായൊരു ജീവിതം, സഹനപൂർണമായ ഒരു ജീവിതം, ഏതർത്ഥത്തിലും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾരൂപമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന സഖാവ് PA. ആ ത്യാഗിവര്യനായ സഖാവിൻ്റെ സ്മരണ
നമ്മൾ ഈ 2ാം വർഷവും പുതുക്കുമ്പോൾ പി എയുടെ എളിമ, ആളുകളോടുള്ള പെരുമാറ്റം, നിലപാടുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാനുള്ള ശേഷി, ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുന്ന സമീപനം, സൗഹൃദം എല്ലാം പരിശോധിച്ചാൽ കറകളഞ്ഞ ഒരു ജീവിതം, ഇതെല്ലാം കൂടിയാവുമ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റ്. ആ കമ്മ്യൂണിസ്റ്റിൻ്റെ പര്യായമാണ് സഖാവ് പി എ. ആ പി എയുടെ സ്മരണ ആവേശോജ്വലമായ രീതിയിൽ ഇന്ന് പുതുക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സ്മരിക്കേണ്ടതായിട്ടുണ്ട്. അതിനി അങ്ങോട്ട് പി എയുടെ ചരമദിനങ്ങളെല്ലാം ലോകത്തെ മാറ്റിമറിച്ച, മാർക്സത്തെ സാമൂഹ്യ പരിവർത്തനത്തിനു വേണ്ടി ഉപയോഗിക്കാൻ നേതൃത്വം നൽകിയ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രോജ്വല നേതൃത്വമായ സഖാവ് ലെനിൻ. സഖാവ് ലെനിൻ്റെ 100ാം ചരമവാർഷിക ദിനമാണിന്ന്. ഈ 100ാം ചരമവാർഷിക ദിനത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സഖാവ് പി എയുടെ ചരമവാർഷിക ദിനവും വന്നത്. ഒരു രാജ്യം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് താൻ കൃത്യമായിട്ട് ഹൃദയസ്ഥമാക്കിയിട്ടുള്ള മാർക്സത്തെ ബോൾഷെവിക്ക് വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് നയിച്ച സഖാവ് ലെനിനും ഇവിടെ ഈ ഇന്ത്യയിൽ, കേരളത്തിൽ, ഈ മലയോര മേഖലയിൽ കാലാവസ്ഥ കൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഈ നാട്ടിൽ ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്താൻ നടത്തിയ തീക്ഷ്ണമായ പോരാട്ടങ്ങളിലും സമരങ്ങളിലും അണിചേർന്ന് ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തി എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ മനസ്സിൽ വിപ്ലവകാരിയായ സഖാവ് പി എയെ എല്ലാ കാലത്തേക്കും ഓർമ്മിക്കുന്നതിനു വേണ്ടി സാധിക്കത്തക്ക രീതിയിലുള്ള വൈകാരികമായ ഒരു വികാര വായ്പ രൂപപ്പെടുത്താൻ സാധിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പി എയെ ഇന്നത്തെ ഈ പ്രത്യേക ദിനത്തിൽ സ്മരിക്കുമ്പോൾ സഖാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ആ ജീവിതം ഒരു തുറന്നു വെച്ച പുസ്തകം പോലെ വായിക്കാനും പഠിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന ഒന്നായിട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. സഖാവിൻ്റെ സ്മരണ ഉയർത്തിപ്പിടിക്കാൻ ഈ മേപ്പാടിയിൽ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഈ വോളണ്ടിയർ മാർച്ച്, അതുപോലെ തന്നെ പൊതുജന പങ്കാളിത്തത്തോടു കൂടി നടത്തിയിട്ടുള്ള ഈ പ്രകടനം, ഈ പൊതുസമ്മേളനം, അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച് അതിലെല്ലാം പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയും ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയും ചെയ്യുക. വളരെ സങ്കീർണമായ ഒരു സാർവദേശീയ ദേശീയ പശ്ചാത്തലത്തിലാണ് ലോകം നിലനിൽക്കുന്നത്. സഖാവ് പി എ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭൂതകാലത്തെ നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളുക എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ലൊരു ധാരണ വേണം. അത് ഓരോരുത്തരും വിചാരിക്കുക ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. ഞാനും നിങ്ങളൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ്. പക്ഷെ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയും ഉണ്ട് എന്ന നല്ല ധാരണ വേണം. അതതിൻ്റെ ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാം. ഈ ഭൂതകാലത്തെ സ്മരിക്കാതെ എത്രയോ സഖാക്കൾ സ്വന്തം ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്, ജീവശവങ്ങളായിട്ട് ജീവിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോഴും പുഷ്പനെ പോലെയുള്ള സഖാക്കൾ എത്ര വർഷമായി നിങ്ങൾക്കറിയാലോ. പ്രത്യേകം തയ്യാറാക്കിയ കടക്കയിൽ കടന്ന് ആവേശത്തോടെ ഇപ്പോഴും രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്ന അത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ എത്ര ആളുകളുണ്ട്. ഇവരെല്ലാം നടത്തിയ പോരാട്ടത്തിൻ്റെയും സമരത്തിൻ്റെയും സഹനത്തിൻ്റെയും
ഉൽപ്പന്നമായിട്ടാണ് ഞാനും നിങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വർത്തമാനകാലത്തെ പ്രതിനിധീകരിക്കുന്ന നമ്മൾ നിലനിൽക്കുന്നത്. ഈ വർത്തമാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഏൽപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള സാർവദേശീയമായാലും ദേശീയമായാലും കേരളീയമായാലും ഉണ്ടാകുന്ന സർവതല സ്പർശിയായ മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് നാളത്തേക്ക് വിരൽ ചൂണ്ടാനാവുന്ന, ഭാവിയിലേക്ക് വിരൽ ചൂണ്ടാനാവുന്ന നയങ്ങളും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതാണ് ഈ ത്രികാല ബന്ധം. ഈ ഭൂതകാലത്തിൻ്റെ ഉൽപ്പന്നമായ വർത്തമാനവും വർത്തമാനത്തിൽ നിന്ന് കൈചൂണ്ടി വിശദീകരിക്കാനാവുന്ന ഭാവിയും, ഈ മൂന്നും ചേർന്ന്, മൂന്നും കൃത്യമായിട്ട് ഉൾച്ചേർത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സംഘടനാ പ്രവർത്തനത്തിലേക്ക് മുഴുകുന്നത്. ഞാനല്ല പാർട്ടി എന്ന് എല്ലാവർക്കും ബോധ്യം വേണം. ഇപ്പോഴ് രണ്ടാം തവണ കൂടി ഭരണത്തിലേക്ക് വന്നപ്പോൾ, ഭരണത്തിൽ നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വന്നപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചില പ്രവണതകളെല്ലാം അവിടെ ഇവിടെയായിട്ട് മുള പൊട്ടുന്നുണ്ട്. നല്ലപോലെ ശ്രദ്ധിക്കേണ്ടിയാണ്. പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ ജീവിതം ഉടനീളം തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. തെറ്റായ ഒരു പ്രവണതക്കും വിധേയമാവില്ല. ശരിയായ ദിശയിലേക്കാണ് ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് എന്നതിനുള്ളതിന് ഉറപ്പുണ്ടാവണം. അത് ഉറപ്പുണ്ടാവണമെങ്കിൽ ഈ ഭൂതകാലത്തിൻ്റെ അനുഭവം നമ്മൾ ഉൾക്കൊള്ളണം. തെറ്റായ ഒരു പ്രവണതക്കും വശമതമാവാൻ ഞാനില്ല, ഞങ്ങളില്ല, ഈ പാർട്ടിയില്ല. ജനങ്ങൾക്ക് അംഗീകരിക്കാനാവാത്ത ഒരു പ്രവണതയുടെയും ഭാഗമാവില്ല എന്ന പ്രതിജ്ഞയിലൂടെയാണ് ഈ പാർട്ടി ശരിയായ ദിശാബോധത്തിലേക്ക് നീങ്ങുക. മുതലാളിത്ത സമൂഹമാണ് നമ്മുടെ രാജ്യം. അവിടെ മുതലാളിത്ത ജീർണത, അതിൻ്റെ മുമ്പുള്ള ഫ്യൂഡൽ ജീർണത എല്ലാം നമ്മളെ സ്വാധീനിച്ചു എന്ന് വരാം. ആ സ്വാധീനിക്കുന്ന ജീർണതയെ കൃത്യമായിട്ട് ഒഴിവാക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ നല്ല രാഷ്ട്രീയ ധാരണയോടുകൂടി, നല്ല സംഘടനാബോധത്തോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഓരോ കമ്മ്യൂണിസ്റ്റിൻ്റെയും ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് സഖാവ് PA പോലെയുള്ള സഖാക്കൾ നിർവഹിച്ച ത്യാഗപൂർണമായ പ്രവർത്തനത്തെ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അത് പകർത്തി മുമ്പോട്ടേക്ക് പോകുമെന്ന പ്രതിജ്ഞ, അതാണ് ഓരോ വിപ്ലവകാരിയുടെയും സ്മരണ പുതുക്കുമ്പോൾ നമുക്ക് നിർവഹിക്കാനുള്ളത്. ആ പ്രതിജ്ഞ നമുക്ക് പുതുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ചിത്രം തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് മുൻകൈയുള്ള ലോകമാണ് ഇന്ന്. ഇത് പറയുമ്പോൾ വളരെ എളുപ്പമാണ് പറയാൻ. ഞാൻ ഒന്നുകൂടി പറയാം. ലോകത്ത് തീവ്ര വലതുപക്ഷം പണ്ടേ ഉണ്ട്. പക്ഷേ വലതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷത്തിന് മുൻകൈയുള്ള ഒരു ലോകം. പണ്ട് സോവിയറ്റ് റഷ്യയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും സോഷ്യൽ സമ്പദ് വ്യവസ്ഥയാകെ ശക്തിയായിട്ട് നിലനിൽക്കുന്ന കാലത്ത് അന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥക്കും സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കുമായിരുന്നു മുൻകൈ. ആ മുൻകൈ ഇന്നില്ല. ആ മുൻകൈ നഷ്ടപ്പെട്ട് സാമ്രാജ്യത്വ ശക്തികൾക്ക്, യൂറോപ്യൻ തിരിപ്പൻ ശക്തികൾക്ക്, തീവ്ര വലതുപക്ഷത്തിന് അമേരിക്കയിലും ഇന്ത്യയിലും ഉൾപ്പെടെ മുൻകൈ നേടാൻ സാധിച്ച ഒരു ലോക സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന കാര്യം കൃത്യമായിട്ട് ഓരോ കമ്മ്യൂണിസ്റ്റും ഓരോ സാമൂഹ്യ പ്രവർത്തകരും തിരിച്ചറിയണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയാൻ എളുപ്പമാണ് വലതുപക്ഷ ശക്തികൾ, തീവ്ര വലതുപക്ഷ മുൻകൈ എന്നൊക്കെ. ആ മുൻകൈയോടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ നിലപാടുകളോ തികച്ചും ജനവിരുദ്ധമാണ്. ലോകത്തെമ്പാടുമുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ സമ്പത്ത് കുന്നുകൂട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമായിട്ട് അവർ നിലകൊള്ളുകയാണ്. ലോകത്തെവിടെയും അത് തന്നെയാണ്, ഇന്ത്യയിലും പ്രത്യേകിച്ച് അത് തന്നെയാണ്. ഇന്ത്യയിലെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക.
നിങ്ങൾ ഞാൻ കണക്കൊന്നും പറഞ്ഞിട്ട് വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവണം എന്താണ് ഇന്ത്യയുടെ ഇന്നത്തെ ചിത്രം. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി അദാനി ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ടാറ്റയും മുരളിയൊക്കെ ആയിരുന്നു. അദാനിക്ക് അന്ന് ആകെ ഉണ്ടായിരുന്ന ആസ്തി നല്ലപോലെ മനസ്സിൽ കുറിച്ചു വെച്ചോ 0.5 ലക്ഷമാണ്. 0.5 എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം? വെറുതെ തന്നെ നോക്കി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. 0.5 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്രയാ? എത്ര കോടിയാ? അതിനെ കോടിയാക്കിയിട്ട് പറയണം. എത്ര കോടിയാ? 0.5. ഒന്നില്ല, 1 കോടിയില്ല. പറ എത്രയാ? അത് പറഞ്ഞാലേ അടുത്ത് പ്രസംഗിക്കുള്ളൂ. അല്ലേ? 1/2 കോടി, 50,000, 50 ലക്ഷം, ഇതെല്ലോ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ ശരിയാണ്. ഒന്നില്ല, അത്രയേ ഉള്ളൂ, അറിയൂ കേട്ടോ. ആ അദാനി ഇപ്പോഴ് ഔദ്യോഗികമായ കണക്കനുസരിച്ച് പറയുന്നത് 8.11 ലക്ഷം കോടിയുടെ ആസ്തിക്കാരനായിട്ട് മാറി. എങ്ങനെയാ ഇത്ര വലിയൊരു ആസ്തി ഉണ്ടായത്? ലാഭം ഉണ്ടാക്കിയില്ല. നിങ്ങൾ വിചാരിക്കുമല്ലോ ലാഭം ഉണ്ടാക്കിയിട്ടാണ്, നല്ല ബുദ്ധി കൊണ്ടാണ്. എന്ത് ബുദ്ധി? എങ്ങനെയാണ്? ഞാൻ കൃത്യമായി കണക്ക് കൂട്ടി നോക്കി. അന്ന് മുതൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ 9.5-10 കൊല്ലം നരേന്ദ്രമോദിയുടെ ഈ 10 വർഷക്കാലം 0.5 അരക്കോടിയിൽ നിന്ന് 8.11 ലക്ഷം കോടിയിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയുണ്ട്. ആ മറുപടി ഈ ഭരണവർഗം അവർക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനമാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ അവർക്ക് കൊടുത്തു, ചെറിയ വിലക്ക്. അങ്ങനെ ചെറിയ വിലക്ക് അവർ വാങ്ങുമ്പോൾ നമ്മുടെ തന്നെ ദേശാധികൃത ബാങ്കിൽ നിന്നാണ് അത് വാങ്ങാനുള്ള കടം വാങ്ങിയത്. അല്ല, ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ നമ്മുടെ പൊതു സ്വത്താണല്ലോ, രാജ്യത്തിന്റെ സ്വത്തല്ലേ. അത് ഈ മുതലാളിമാർക്ക് നൽകുന്നത് എങ്ങനെയാണ്? സ്വകാര്യവൽക്കരണം എങ്ങനെയാണ്? ഉദാരമായിട്ടാണ്. ചെറിയ വിലക്ക്, ചുളുവിലക്ക്. ദശലക്ഷക്കണക്കിന് കോടി മൂല്യമുള്ള സമ്പത്ത് വളരെ ചുരുക്കം വിലക്ക് കൊടുത്തു. ഇനി അതിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ വിലക്ക് വാങ്ങുന്നതിന് വേണ്ടി ഒരു മുതലാളിയും സ്വന്തം കയ്യിലുള്ള പണം എടുക്കില്ല. അത് വാങ്ങാൻ വേണ്ടി ബാങ്കിൽ പോയിട്ട്, ദേശാധികൃത ബാങ്കിൽ പോയിട്ട് കടം വാങ്ങി. ആ കടം വാങ്ങിയിട്ട് ഗവൺമെന്റിന് അടച്ചു. അപ്പോൾ പൊതുമേഖല സ്വന്തമായി. പൊതുമേഖല വാങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങിയ കടം തിരിച്ചടച്ചിട്ടില്ല. അതിനെ എന്താ പറയുക? പിന്നെ കിട്ടാക്കുറ്റി. അത് ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ചു, എഴുതി തള്ളി. അപ്പൊ ഇനിയൊരു ചോദ്യം ഞാൻ ചോദിക്കുക, അതിങ്ങനെയാണ്. ഈ അദാനിക്കും അംബാനിക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വന്തം കയ്യിലാക്കിയതിന് എത്രയാണ് ചെലവ്? എത്രയാ ചെലവ്? എന്തെങ്കിലും ചെലവുണ്ടോ? ഒരു ചെലവുമില്ല. ആരുടെ ചെലവില? നമ്മുടെ രാജ്യത്തിന്റെ ചെലവിലാണ്, എന്റെയും നിങ്ങളുടെ ചെലവിലാണ്. നമ്മുടെ ബാങ്കിലെ പണം 20 ലക്ഷം കോടിയാണ് എഴുതി തള്ളിയത്. ഒന്നും കൂടി പറയാം, കൃത്യമായിട്ട് മനസ്സിൽ പിടിക്കാൻ. 20 ലക്ഷം കോടി ഉറുപ്പികയാണ് എഴുതി തള്ളിയത്. അതിനു പുറമെ ദശലക്ഷം കോടി ഉറുപ്പികയുടെ മൂല്യമുള്ള ആസ്തിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, കമ്പനികൾ ഓഹരി വിറ്റതിന്റെ ഭാഗമായി, കമ്പനി വിറ്റതിന്റെ ഭാഗമായി ഇവർക്ക് ലഭിച്ചത്. ഇങ്ങനെയുള്ള സമ്പത്ത് മുഴുവൻ വാരിക്കൂട്ടാൻ കഴിഞ്ഞപ്പോഴാണ് 8.11 ലക്ഷം കോടിയുടെ ആസ്തിക്കാരനായിട്ട് ആര് മാറി? അദാനി മാറി. 8.3 ആര്? അംബാനി. 8.3, 8.11, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവർ രണ്ടാളും കൂടി ഈ രാജ്യത്തെ പൂർണ്ണമായിട്ടങ്ങ് കൈവച്ചിരിക്കുകയാണ്.
ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ 1% ആളുകളുടെ കയ്യിലാണ് 45% സമ്പത്തുള്ളത്. 1%ത്തിന്റെ കയ്യിൽ. നമ്മളെല്ലാം കൂടി ചേർന്നുള്ള പാവപ്പെട്ടവരും ഇടത്തരക്കാരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു 50%ത്തിന്റെ കയ്യിലുള്ള ആകെ സമ്പത്ത് 3%. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയാൽ നമുക്കത് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. ഇതിനേക്കാളും വിശദീകരിക്കണം എക്കണോമിക്സ്. ഞാനത് വിശദീകരിക്കുന്നില്ല ഇപ്പോഴും. അപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തെല്ലാം ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമ്പന്നരായ ഒരു വിഭാഗം അതെല്ലാം കൈയടക്കിയിരിക്കുകയാണ്. പാവപ്പെട്ട ഒരു വലിയ വിഭാഗം ജനങ്ങൾ നിരന്തരമായിട്ട് ദുരിതത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലോകത്തിന്റെ പൊതുസ്ഥിതി. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒപ്പം തന്നെയാണ് കയ്യൂക്കൊള്ളവും കാര്യക്കാരൻ എന്ന രീതിയിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം എത്രയോ വർഷക്കാലമായിട്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതുന്ന പാലസ്തീൻ ജനവിഭാഗത്തെയാകെ കൊന്നൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടുകൂടി ഇപ്പോഴും തുടരുകയാണ് കടന്നാക്രമണം. അതിനാണ് വംശഹത്യ എന്ന് പറയുക. വംശഹത്യ എന്ന് പറയുന്നത് വെറുതെ ഒരു വിഭാഗത്തെ കൊല്ലലല്ല. അഫ്ഗാനിസ്ഥാൻ, നിങ്ങൾക്കറിയാം, ലോകത്തിന്റെ വിവിധ മേഖലയിൽ ഇതുപോലുള്ള വംശഹത്യ നടന്നിട്ടുണ്ട്. ഇപ്പോഴേറ്റവും അവസാനമായിട്ടാണ് ഈ പാലസ്തീൻ ജനങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണം ഇപ്പോൾ ആരംഭിച്ചത്. ഇത് പൂർണ്ണമായിട്ടും അമേരിക്ക പിന്തുണ നൽകുന്നു, ഇന്ത്യ പിന്തുണ നൽകുന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് ഇപ്പോഴും നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള ആ നാട്ടിൽ എല്ലാറ്റിനെയും കൊന്നൊടുക്കിയാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുള്ളൂ എന്ന് കണ്ണിച്ചോരയില്ല എന്ന് പറയുന്നില്ലേ, അതുപോലെ ഇപ്പോഴ് സാമ്രാജ്യത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ അത് ശക്തിയായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ പാലസ്തീൻകാരനെ കൂടി കൊന്നാലാണ് ഈ യുദ്ധം അവസാനിക്കുക എന്നാണ്. ഇപ്പോഴും 10-25,000 ആളുകളെ കൊന്നു. അതിൽ ഭൂരിപക്ഷവും കുട്ടികളാണ്. 5-10,000 കുട്ടികൾ. ഒരു വലിയ വിഭാഗം സ്ത്രീകളാണ്. അവർക്ക് ആശുപത്രിയില്ല, ചികിത്സിക്കാനുള്ള സൗകര്യമില്ല, ഭക്ഷണമില്ല. ഇങ്ങനെ ഒരു പാവപ്പെട്ട ജനതയെ മുഴുവൻ കൊന്നൊടുക്കി. അതിന്റെ ലക്ഷ്യം ഞങ്ങൾ കാണുന്നത് ഒരാളും അവശേഷിക്കാതിരിക്കുമ്പോൾ മാത്രമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ തീവ്ര വലതുപക്ഷത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടുക എന്നതിന് ഞങ്ങൾ കാണുന്ന ഒരു കാര്യം, നമ്മളിപ്പോഴോട് ബോംബും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാനൊന്നുമല്ലല്ലോ. പക്ഷേ പാലസ്തീൻ ജനങ്ങളുടെ പുറത്ത് വീഴുന്ന ഓരോ ബോംബും, ഓരോ കുട്ടിയുടെ മരണവും എന്റെയും എൻ്റെ വീട്ടിലെ മനുഷ്യരുടെയും കുരുതിയാണെന്ന മാനസികാവസ്ഥയോടെ അതിനെ കാണുമ്പോഴാണ് ഐക്യത്തിന്റെ, പ്രതിരോധത്തിന്റെ ഏറ്റവും ഫലപ്രദമായ പടയാളിയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നത്. ആ ഐക്യദാർഢ്യം ശക്തിപ്പെടുന്നത്. അതാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. അതാണ് ലോകത്തിന്റെ വിവിധ മേഖലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മതവിഭാഗങ്ങൾക്കപ്പുറത്ത് എല്ലാവരും ചേർന്ന് ഈ പാലസ്തീൻ ജനവിഭാഗങ്ങളുടെ ഐക്യം, അവരുടെ സമരം, അതിന്റെ നിലനിൽപ്പ്, അതിനെതിരായിട്ടുള്ള കുരുതി അവസാനിപ്പിക്കുക എന്നുള്ള മുദ്രാവാക്യം, ഇസ്രയേൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം, അതിന് പിന്തുണ നൽകുന്ന അമേരിക്കയുടെയും ഇന്ത്യയുടെയും നിലപാടുകൾ, ഇതിനെല്ലാം എതിരായ അതിശക്തിയായ പോരാട്ടമാണ് ലോകവ്യാപകമായിട്ട് ജനാധിപത്യ സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ആശ്വാസം നൽകുന്ന ഒരേ ഒരു കാര്യം അതാണ്. ഇവിടെ ബോംബല്ല ഭാവി നിർണയിക്കുക. ഇവിടെ ആയുധപ്പുരയിലുള്ള ആയുധ കൂമ്പാരമല്ല ഭാവി നിർണയിക്കുക. ലോകത്തിന്റെയും രാജ്യത്തിന്റെയും ഭാവി നിർണയിക്കുന്നത് മനുഷ്യ സ്വരൂപത്തിന്റെ, മനുഷ്യകുലത്തിന്റെ കരുത്താണ്, ശക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ വിപത്തിനെതിരായി ഉജ്ജ്വലമായ പോരാട്ടത്തിലേക്ക് നീങ്ങാൻ നമുക്ക് ബാധ്യതയുണ്ട്, നമുക്ക് ചുമതലയുണ്ട് എന്ന കാര്യമാണ് സങ്കീർണത മുറ്റി നിൽക്കുന്ന സാർവദേശീയ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം. ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള യുദ്ധം, അത് എത്രയോ മുമ്പ് അവസാനിക്കേണ്ടതാണ്. ഈ റഷ്യ എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ ലെനിന്റെ റഷ്യയെ പറ്റി പറഞ്ഞപ്പോൾ, ഈ റഷ്യ മുതലാളിത്ത റഷ്യയാണ്.
സാമ്രാജ്യത്വ പിന്തുണയാണ് മറുഭാഗത്തുള്ളത്. അപ്പോൾ സാമ്രാജ്യത്വവും മുതലാളിത്തവും തമ്മിൽ നല്ല വൈരുദ്ധ്യം പ്രകടിപ്പിക്കുന്നതാണ് ഉക്രൈൻ യുദ്ധത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. ഏത് യുദ്ധവും പ്രശ്നപരിഹാരത്തിന് ഉതകില്ല എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാക്കന്മാരാണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകാർ. ഒരു യുദ്ധവും സമാധാനമുണ്ടാക്കാൻ, പ്രശ്നം പരിഹരിക്കാനാവുന്നതല്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ട് രാജ്യങ്ങളാണെന്ന് കൃത്യമായ ബോധത്തോടുകൂടി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം യുദ്ധം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. വിയറ്റ്നാമിന്റെ ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക ഈ ലോകം കണ്ട ഏറ്റവും ക്രൂരമായ യുദ്ധം നടത്തിയിട്ടും ആ വിയറ്റ്നാം ജനത ഒറ്റക്കെട്ടായിട്ട് പിടിച്ചു നിന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടുന്ന ഗതികേട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിലുണ്ടായതിന്റെ അടിസ്ഥാനം ജനങ്ങളാണ് അന്ത്യവാക്ക്, അവസാന വാക്ക് എന്നുള്ളത് തന്നെയാണ് ലോകത്തിന്റെ അനുഭവം. അതുകൊണ്ട് യുദ്ധം കൊണ്ട് എന്തെങ്കിലും നേടാം, യുദ്ധം കൊണ്ട് എന്തെങ്കിലും പരിഹരിക്കാം എന്ന ഒരു സാഹചര്യം ഈ ലോകത്തില്ല എന്ന കാര്യം ഈ രണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാനിനി സാർവദേശീയ പശ്ചാത്തലത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യ അതിനേക്കാൾ ഗൗരവതരമായ അപകടകരമായ ഒരു ദിശയിലേക്കാണ് നീങ്ങുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാളെ. ഇന്നും ഇന്നലെയും ഒക്കെയായിട്ട് മലയാള മാധ്യമങ്ങളാകെ, പ്രത്യേകിച്ച് മനോരമ ഉൾപ്പെടെ, മാതൃഭൂമി ഉൾപ്പെടെ എത്ര ദിവസമായി തുടങ്ങിയിട്ട് പ്രചാരവേല, നമ്മുടെ ചാനലുകളാകെ എല്ലാ ചർച്ചയും ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് കോടതി വിധി അടിസ്ഥാനപ്പെടുത്തി ഗവൺമെന്റ് സ്വാധീനത്തിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിക്കുകയാണ്. ഞങ്ങൾക്ക് വിശ്വാസികളോട് വളരെ ബഹുമാനമാണ്. ലോകത്തെമ്പാടുമുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ഏത് വിശ്വാസികളായാലും ആ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ, ആ വിശ്വാസം പ്രചരിപ്പിക്കാൻ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് എന്ന ജനാധിപത്യ അവബോധത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. ഒരു സംശയവും വേണ്ട. ഞങ്ങളൊരു മതത്തിനും എതിരല്ല, ഞങ്ങളൊരു മതവിശ്വാസത്തിനും എതിരല്ല. പക്ഷെ മതവിശ്വാസം നിങ്ങളുടെ ഓരോരുത്തരുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രശ്നമാണ്. ആ മതവിശ്വാസവും ദൈവവിശ്വാസവും ഉൾപ്പെടെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഒരു ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല. രാഷ്ട്രീയമായിട്ടും വിശ്വാസവും മതവുമെല്ലാം ആ തരത്തിലും രണ്ട് വഴിയിലൂടെ പോകണം എന്ന് ഭരണഘടന വ്യക്തമാക്കുന്നു. ഇവിടെ ഈ ഇന്ത്യയിൽ വരുന്ന 2024 ഇക്കൊല്ലം ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇവർക്ക് പ്രചരിപ്പിക്കാനോ വോട്ട് നേടാനോ സാധിക്കില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദാനിയുടെയും അംബാനിയുടെയും സമ്പത്താണ് കുന്നുകൂടിയത്. പാവപ്പെട്ട മനുഷ്യർ, 30 കോടിയോളം വരുന്ന മനുഷ്യർക്ക് സ്വന്തമായിട്ട് വീടില്ല, പട്ടിണിയാണ്, ദുരിതമാണ്. ആ ദുരിത കയത്തിലാണ് അവരെല്ലാം ഉള്ളത് എന്ന് ഗവൺമെന്റിന്റെ തന്നെ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജനാധിപത്യ അവകാശമായാലും ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമമായാലും ഒന്നും പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാൻ അവർക്കാവില്ല. അതിന്റെ എല്ലാം മേലെ വിശ്വാസത്തെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുക. വിവേകാനന്ദന്റെ, മഹാത്മാഗാന്ധിയുടെ ഹിന്ദുവല്ല RSSന്റെയും BJPയുടെയും ഹിന്ദു. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വിവേകാനന്ദനാണ് ഈ ലോകം കണ്ട ആശയ പ്രപഞ്ചത്തിലെ ഹിന്ദു ദാർശനികരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തി. ഇന്നും അതെ, ഇന്നലെയോ തന്നെയാണ്. ഇവരാരുമല്ല, വിവേകാനന്ദനാണ്. വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗം
അത്ഭുതപ്പെടുത്തിയത് ഈ ആശയപ്രപഞ്ചത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നു. അദ്ദേഹം അഭിസംബോധന ചെയ്തത് അന്നുവരെ ആരും അഭിസംബോധന ചെയ്യാത്ത ഒരു പുതിയ പ്രയോഗമാണ്. സഹോദരി സഹോദരന്മാരെ, വിവേകാനന്ദൻ വിളിച്ചത്, അഭിസംബോധന ചെയ്തത് സഹോദരി സഹോദരന്മാരെ എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഉജ്ജ്വലമായ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇന്ത്യ. ഞാൻ വിശദീകരിക്കണ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇന്ത്യ, അതിൻ്റെ ഊർജ്ജസ്വലമായ ഐക്യമാണ് എൻ്റെ കരുത്ത് എന്ന്. ഊർജ്ജസ്വലമായ ഐക്യമാണ് അതിൻ്റെ കരുത്ത്. ഇവിടെ നേരെ വിപരീതാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാം ഒരു കുടക്കീഴിൽ വേണമെന്നാണ്. ഇപ്പോൾ അവസാനം തിരഞ്ഞെടുപ്പ് പോലും ഒറ്റ പ്രാവശ്യം. നമ്മുടെ ഭാഷ, നമ്മുടെ മതം, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം ഒറ്റ. വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നേയില്ല. ഇത് വിവേകാനന്ദന്റെ നിലപാടല്ല, ഇത് മഹാത്മാഗാന്ധിയുടെ നിലപാടല്ല, അവരുടെ ഹിന്ദുവല്ല. ഇത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ വർഗീയതയാണ്. ഞാനതൊന്നുകൂടി വിശദമായിട്ട് നിങ്ങളോട് പറയാം. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഹിന്ദുവല്ല. ഹിന്ദുത്വ പൂർണ്ണമായിട്ട് വർഗീയമാണ്. എന്താണ് വർഗീയത എന്ന് കൂടി പറഞ്ഞാലേ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്നതിനെ പറ്റി വ്യക്തത ഉണ്ടാവും. ഒരു മതമല്ല വർഗീയത. ഹിന്ദു വർഗീയമല്ല, മുസ്ലിം വർഗീയമല്ല, ക്രിസ്ത്യാനി വർഗീയമല്ല, അതെല്ലാം മതമാണ്. എന്നാൽ ഹിന്ദു എന്ന മതത്തിൽ ഒരു വിഭാഗം, ഇത് നല്ല മനസ്സിൽ വേണം, ഹിന്ദു എന്ന മതത്തിൽ ഒരു വിഭാഗം സംഘടിതരാവുകയും രാഷ്ട്രീയ പ്രക്രിയയിലൂടെ, അങ്ങനെയല്ലേ വരാൻ കഴിയുള്ളൂ, രാഷ്ട്രീയ പ്രക്രിയയിലൂടെ അധികാരത്തിലേക്ക്, ഭരണ സംവിധാനത്തിലേക്ക്, ഭരണകൂട വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വർഗീയത എന്ന് പറയുക. അതാണ് നാളെ നിങ്ങളെല്ലാം ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പണിതുകൊണ്ടിരിക്കുന്ന, ഉണ്ടാക്കിയ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, പണിതുകൊണ്ടിരിക്കുന്ന 2025 അവസാനം മാത്രമേ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാവുള്ളൂ. അത് ഒന്നാമത്തെ നിലയാവുള്ളൂ. രണ്ടാമത്തെ നിലയുണ്ട്, മൂന്നാമത്തെ നിലയുണ്ട്. രാമക്ഷേത്രത്തിന്റെ ഒരു അംശം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇത് ഉമ്മൻചാണ്ടി കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത പോലെയാണ്. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തില്ലേ? അവിടെ ഒരു വിമാനം ഇറങ്ങാൻ പറ്റാത്ത പരിസ്ഥിതിയിൽ ഞാൻ ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്ത് പോയല്ലോ. അതിനുശേഷം പിണറായി വന്ന് അത്യധ്വാനം നടത്തിയിട്ടാണ് ആ എയർപോർട്ട് തുടങ്ങാൻ നമുക്ക് സാധിച്ചത്. അതുപോലെ 2025 മാത്രം പണി പൂർത്തിയാവുന്ന രാമക്ഷേത്രത്തിന് ഈ 2024 ആദ്യം, ഈ 22-ന് അതിൻ്റെ ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നത്, അതും ശങ്കരാചാര്യന്മാർ പറയുന്നത് ആചാരമര്യാദ അനുസരിച്ചല്ല, ആചാര രീതിക്ക് വിപരീതമായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അതിനേക്കാളും വലിയ ആചാരമര്യാദ പറയാൻ അർഹതയുള്ള വേറെ ആരെങ്കിലും ഇവിടെ ഈ ഇന്ത്യയിലുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഹിന്ദു സമുദായത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവരങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾ പങ്കെടുക്കുകയില്ല. ഇത് ശരിയായ ആചാരമര്യാദ അനുസരിച്ചുള്ള ശാസ്ത്രീയമായ രീതിയിൽ ഉദ്ഘാടനവുമല്ല എന്നവർ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തേ ഉന്നം വരാൻ പോകുന്ന 2024 നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുന്നതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രക്രിയയായി വർഗീയമായി ഉപയോഗിക്കുകയാണ്. അതിന്റെ അർത്ഥം ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള RSSും BJPയും സംഘപരിവാർ വിഭാഗങ്ങളും ജനങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഒരായുധമായി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമുക്ക് നാളെ വരാൻ പോകുന്ന അതിഗൗരവതരമായ
ഉദ്ഘാടന പ്രക്രിയയിലെ വർഗീയ ഉള്ളടക്കം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. വിശ്വാസികളോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പും വെച്ചു പുറത്തേണ്ട കാര്യമില്ല. വിശ്വാസികൾ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കട്ടെ. അവർക്ക് അതിനാവശ്യമായ ജനാധിപത്യ അവകാശം നേടിയെടുക്കാൻ ഞങ്ങൾ അവരോടൊപ്പം തന്നെയാണ് ഉള്ളത്. അതിലൊന്നും ഞങ്ങൾ പിന്നോട്ടേക്ക് പോകുന്നവരല്ല. പക്ഷേ വർഗീയ അജണ്ട വെച്ച് ധ്രുവീകരണത്തിന്, മതധ്രുവീകരണത്തിന് നേരത്തെ തന്നെ ചെയ്തതുപോലെയുള്ള, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെയുള്ള നിയമനിർമ്മാണങ്ങൾ അതിൻ്റെ കൈവഴികളാണ്. പൗരത്വ ഭേദഗതി നിയമം ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള ഒരു കൈവഴിയാണ്. പിന്നെ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളിതാ ഏക സിവിൽ കോഡിലേക്ക് പോകാൻ പോവാണ്. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നതും ഈ കൈവഴി തന്നെയാണ്. സ്ത്രീകളോടുള്ള താല്പര്യമാണെന്നാണ് പറയുന്നത്. എന്നാൽ വംശഹത്യ നടത്തിയ സന്ദർഭത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഗുജറാത്തിലെ സ്ത്രീകളോട് സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി വംശഹത്യ അവസാനിച്ചു. അതിനുശേഷം മിൽക്കി ബാനു കേസിന്റെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന 11 എണ്ണത്തിനെ ഗുജറാത്ത് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മതത്തോടുകൂടി പുറത്തുവിട്ടില്ലേ. ജീവപര്യന്തം ശിക്ഷിച്ചിട്ട് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടതില്ല, പുറത്തു പോയിക്കോ. RSകാർ പൂവിട്ട് പൂജിച്ചു, സ്വീകരിച്ചു. സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു, ഗുജറാത്ത് ഗവൺമെന്റിന് മിൽക്കി ബാനൂസ് കേസിലെ 11 ക്രിമിനൽ കൊടും ക്രൂരത, സ്ത്രീകൾക്കെതിരായിട്ടുള്ള കൂട്ടബലാത്സംഗം, ബൽക്കീസ് ബാനുവിന്റെ മകളെ 3 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ തലക്കടിച്ചു കൊല്ലുന്നത് കാണേണ്ടി വന്ന അമ്മ, ആ ഉമ്മയുടെ അവസ്ഥ, തന്റെ കുടുംബത്തിൽപ്പെട്ട 7 ആളുകളെയാണ് ആ കൂട്ടക്കുരുതിയിൽ കൊലപ്പെടുത്തിയത്. ആ കൂട്ടക്കുരുതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വംശഹത്യയുടെ ഭാഗമാണ്. വംശഹത്യയുടെ പ്രധാനപ്പെട്ട ഉന്നത സ്ത്രീകളാണ്, പിന്നെ കുട്ടികളാണ്. അവരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ്. ആ കൊന്നൊടുക്കിയിട്ടുള്ള ഈ 11 കസ്പലന്മാരായ ഭീകരന്മാരെ ആദ്യം കേസേ ഉണ്ടായിരുന്നില്ല. FIR തന്നെ ഇട്ടത് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെ നേരിട്ട് ക്യാമ്പ് സന്ദർശിച്ചതിന് ശേഷമാണ്. അതിനുശേഷമാണ് പോലീസ് ഇടപെടുന്നത്. ഏതായാലും ആ കേസായി, കേസിന്റെ ശിക്ഷയായി. ഇത് ഗുജറാത്തിൽ ഫലപ്രദമായിട്ട് കേസ് നടത്താൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമായി. എന്നിട്ടാണ് ബോംബെയിലേക്ക് ആ കേസ് മാറ്റിയത്. കേസ് ശിക്ഷിച്ചു, ജയിലിൽ കിടക്കുകയാണ്. 11 എണ്ണം ഉണ്ട്. ആ 11 എണ്ണം ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ആ സ്ത്രീ നിയമയുദ്ധത്തിലൂടെ മുമ്പോട്ടേക്ക് പോയി. അതിനെ സഹായിക്കാൻ നിരവധി ആളുകളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PV അംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടിയുടെ, അവരെല്ലാം ചേർന്നുകൊണ്ടാണ്. ആ കേസിന്റെ വിധിയിൽ പറഞ്ഞു, മഹാരാഷ്ട്രയിൽ നടന്ന കേസ് വല്ല ശിക്ഷാ ഇളവും നൽകണമെങ്കിൽ ആലോചിക്കേണ്ടത് മഹാരാഷ്ട്ര ഗവൺമെന്റ് ആണ്, അല്ലാതെ ഗുജറാത്ത് ഗവൺമെന്റ് അല്ല. ഗുജറാത്ത് ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിച്ചതല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ വാങ്ങിയിട്ടാണ് ഇവരെ വിട്ടയച്ചത് എന്നാണ്. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾക്ക് വിട്ടയക്കാൻ അവകാശമില്ല, എല്ലാത്തിനെയും തിരിച്ചു കൊണ്ടുവരണം. ഒന്നും ഇതുവരെ കയറിയിട്ടില്ല, വരേണ്ട സമയമല്ലായി. ഒരൊറ്റ ക്രിമിനലും ഇതുവരെ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് അങ്ങോട്ട് കയറിയിട്ടില്ല. 5 എണ്ണം പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സാവകാശം വേണം. അപ്പൊ കോടതി പറഞ്ഞു, നിങ്ങൾക്ക് സാവകാശം നൽകിയിട്ടുണ്ട്, ഇനിയും സാവകാശമില്ല, അടിയന്തരമായിട്ട് ഈ കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നീ ഇട്ടുപോയിട്ടില്ല. RSSന്റെ BJPയുടെ തീരുമാനത്തിനെതിരായി കോടതി വിധി വന്നാൽ ആ കോടതി വിധി ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നതിലേക്ക് ഹിന്ദു രാഷ്ട്രം സ്ഥാപിച്ചാൽ അവരെത്തും. ഇപ്പോൾ അത്രത്തോളം പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതിലേക്കാ യാത്ര. ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഈ പാർലമെന്ററി വ്യവസ്ഥ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഈ ഫെഡറൽ സംവിധാനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ഇന്ത്യയിൽ അംഗീകരിക്കാൻ പോകുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു ഭരണഘടന ഉണ്ടാവേണ്ടതുണ്ട്. ആ ഭരണഘടന ഉണ്ടാക്കാൻ കുറെ സന്യാസിമാർ ചേർന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് ഒരു വിഭാഗം സന്യാസിമാരെ ചുമതലപ്പെടുത്തി
മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത ഒരു ദിവസം വന്നു, ഒരു ചർച്ചയില്ല, ഒരു ചാനലും ചർച്ച ചെയ്തിട്ടില്ല. അതിൽ പറയുന്നത് കരട് തയ്യാറാക്കി എന്നാണ്. ഭരണഘടനയുടെ കരട് ഈ സന്യാസിമാര് തയ്യാറാക്കി. എന്താ ഒന്നാമത്തെ കാര്യം? ആ കരടിൽ പറയുന്നത് അന്ന് ഭാരതം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടില്ല കേട്ടോ. അന്നേരം ഈ വാർത്ത വരുമ്പോഴും ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായിരിക്കും. ഒന്നാമത്തെ ഭാഗം, ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായിരിക്കും. 2, എല്ലാ മതക്കാർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടായിരിക്കും. ഒരു ഔദാര്യം, എല്ലാ മതക്കാർക്കും ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുണ്ടായിരിക്കും. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് അവസാനം പറഞ്ഞതാണ് വളരെ രസകരമായ കാര്യം. എന്നിട്ട് അവസാനം പറഞ്ഞു, ഈ ഹിന്ദു രാജ്യത്ത് ഹിന്ദുക്കൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടാവൂ. ആയില്ലേ? പൂർണ്ണയില്ലേ?